നമ്മൾ എത്ര നേരമായിട്ട് കാത്തിരിക്കുക. ഛേ, ആള് വന്നൂല്ല. ഇതാ ചെയർമാൻ പ്രസാദ് സാറിന് ഏർപ്പാടായോണ്ടാ. വരുവോടവേ? വരുമായിരിക്കും. എത്ര നേരമായി? നമ്മൾ കുറെ പേര് ലൈറ്റുമായിട്ടൊക്കെ ഇരുന്ന് വരണുണ്ടെന്ന് തോന്നുന്നു. ഹായ് ബഡേ. ദിവസമല്ലേ? അത് കണ്ടപ്പോഴേ തോന്നി. എന്തിനാ വന്നിരിക്കുന്നത്? മറ്റേ ഇതില്ലേ ഷർട്ടില്ലേ, എന്ത്? നമ്മളെ ഷർട്ട് അലക്കിയിട്ട് ഷർട്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് ഇടൂലേ? ഷർട്ടാ? ഷർട്ട് ഇടൂലേ നിങ്ങള്? ഷർട്ട് ഇത് ബനിയനാണ്. ഷർട്ട് ഇടൂലേ, കോളിലുള്ള ഷർട്ട്? ഷർട്ട് ഷർട്ട് അത് തന്നെ. അതിന് ഷർട്ട് എന്നാ പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു, അത് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞു. ഷർട്ട് ഇങ്ങനെ ഇടുന്ന എന്താ ആങ്കറാ? ആങ്കർ. അതിന് വന്നിരിക്കണ്. അതാണ് സംഭവം. പ്രസാദ് സാറ് പറഞ്ഞിട്ട് ആളാണല്ലോ. അത് നമുക്കറിയാം. അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത്. പേരെന്താ പറഞ്ഞ? ഓക്കെ. സ്ഥലം കോഴിക്കോട്. കോഴിക്കോട്. റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ? വാട്സ്ആപ്പ് നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഭാഷയാണിപ്പ. അതായത് ഈ പുസ്തക വായനയൊക്കെ ഉണ്ടോ? വായന ഉണ്ടോന്നാ? വായന ഉണ്ടോ? ഒരുപാട് വായിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ വരണ വായിക്ക് ബസ്സിലൊക്കെ ഇരുന്ന് പുസ്തകം വായിക്കും. നമുക്ക് ഒരാൾ തന്നെ പുസ്തകമല്ല, പിന്നെ ഹോർഡിങ്സ് ഇല്ല. വായിക്കിടക്കാണ് കണ്ണങ്കണ്ടി ജ്വല്ലറി, മലബാർ ജ്വല്ലറി, അറ്റസ് ജ്വല്ലറി, ഭീമ ജ്വല്ലറി, എല്ലാ ഹോർഡിങ്സും വായിച്ചിരിക്കുന്നത്. ഹോർഡിങ്സ് പോസ്റ്റർ എല്ലാം. അപ്പൊ എനിക്കത് വായിക്കുന്നത് വലിയ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാര്യം. നമുക്ക് തുടങ്ങാം. തനിക്ക് വേണ്ടി സ്റ്റുഡിയോ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പൊ നമുക്ക് ആരംഭിക്കാം. കൈ എപ്പോഴും ഇങ്ങനെ വയ്ക്കണ്ട. ക്യാമറയിൽ ഔട്ട് പോകാൻ പാടില്ല. ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാൻ. വളരെ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ ഡയലോഗ് ഇതാണ്. എഴുതിയെടുക്കണോ? വേണ്ട. എനിക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞ ബൈഹാർട്ടാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി പ്രാവുകൾ പറക്കുന്ന കണിക്കൊന്ന പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഈ ദിനത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ. ഓണാശംസകൾ. ഏത് പാട്ടാണ് വേണ്ടത്? അതാണ്. ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഏത് പാട്ട് വേണോ? തുടങ്ങാം നമുക്ക്. ഓക്കെ. ഡയലോഗ് സാർ. ഓക്കെ, റെഡി. ഓക്കെ. ഏത് പാട്ടാണ് വേണ്ടത്? ഫസ്റ്റ് നമ്മള് ഏത് പാട്ട് വേണമെന്ന് ചോദിക്കും അല്ലേ? അയ്യോ, ഫസ്റ്റ് ഏത് പാട്ട് വേണമെന്നല്ല ചോദിക്കേണ്ടത്. നമ്മളിപ്പോ ക്യാമറ റോൾ ചെയ്യാണ്. ക്യാമറ നോക്കി നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന്? എന്നെ നോക്ക്. നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന് വെള്ളി പ്രാവോട് പറക്കുന്ന? അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? അതാണ് സംഭവം. അല്ല, പ്രാവ് എന്ന് പറയുമ്പോ സാറേ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇട്ടോട്ടെ. പ്രാവെന്ന് പറയുമ്പോ അതൊക്കെ കിട്ടോ? അതൊന്നും പ്രശ്നമില്ല. പറക്കുന്ന സാധനല്ലേ, അതിൽ മൃഗമല്ലേ? അത് നമ്മൾ ഇങ്ങനെ ഇട്ടാ കുഴപ്പമില്ലല്ലോ. പ്രാവ് മൃഗമാണോ? ഇല്ലേ, മനസ്സിലല്ലോ. അതൊക്കെ ഇട്ടോ? നിങ്ങൾ പറക്കുന്ന സാധനമോ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാവ് എന്താണ്? അത് പക്ഷിയല്ലേ ശരിക്കും? പക്ഷി മൃഗങ്ങളല്ലേ? പക്ഷി മൃഗാദികള് അല്ലേ? അല്ല, അത് പോട്ടെ. അല്ല, പക്ഷി പോട്ടെ. ഓക്കെ. ഇതൊന്ന് മനസ്സിൽ വെച്ചിരുന്നാ മതി കേട്ടോ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും. അല്ല, അതൊക്കെ ഓക്കെ. അതൊക്കെ സ്റ്റൈലാണ്, നമ്മൾ സമ്മതിച്ചു. ഈ ഡയലോഗ് ഒന്ന് പഠിച്ചിരുന്നാ മതി. അതാണ് നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടത്. പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഡയലോഗ് പറഞ്ഞു തരണം. തുടങ്ങിക്കോ. റെഡി? എന്നെയാണ് അനുഗ്രഹിക്കുന്നത്. ആ ക്യാമറാമാന്റെ അനുഗ്രഹം മേടിക്കും. അവരാണ് ചെയ്യാനുള്ളത്. നല്ലപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട്. നമുക്ക് പറ്റിയ ആളാണ്. പ്രാർത്ഥിക്കുന്നില്ല, പിന്നെ മുടി സ്പൈക്ക് ചെയ്യണം. മുടി സ്പൈക്ക് ചെയ്യണം. ശരിയായില്ലേ? റെഡി സാർ? ഒരു മിനിറ്റ്, ഞങ്ങളൊന്ന് പുഷപ്പ് ചെയ്തോട്ടെ. പുഷപ്പാ? ഇതൊക്കെ ഇതിനകത്ത് നിന്ന് ഇതെല്ലാം കൂടെ ചെയ്താൽ ശരിയാവത്തില്ല. മൊത്തം വേർക്കല്ലോ. നമുക്കിത് ചെയ്യണ്ടേ? സർ, നോ പ്രോബ്ലം. ഒറ്റ ഫോൺ ചെയ്തോട്ടെ. താനിതിനിടയ്ക്ക് ആർക്കാ ഫോൺ ചെയ്യാൻ പോണേ? ഹലോ, ഞാനാണ് ആൻറ്റി ഷെയ്ത്താനെ. ഹലോ, ഞമ്മളാണ്, മൈദീനാണ്. ഇവിടെ ടി വിയിൽ പ്രോഗ്രാം വരാൻ. ഇവിടെ എന്ത് പ്രോഗ്രാം? എന്താ സാറേ ഇത്? ഇപ്പൊ വരാൻ പോണ് ടി വിയില് നമ്മുടെ പ്രോഗ്രാം. വച്ചാളി. ഓക്കെ, വച്ചാളി. ഉമ്മാന്റെ അടുത്ത് പറഞ്ഞാളി, അളിയനോട് പറഞ്ഞാളി. ഓക്കെ സാർ. സമീറിനൊന്ന് വിളിച്ചു പറഞ്ഞോട്ടെ. സ്റ്റുഡിയോയിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് കുഴപ്പമില്ല, എന്റെ ഫ്രണ്ടാണ്. ഹലോ സമീർ, നമ്മളെ പ്രോഗ്രാം വന്നിട്ടാ. ഇത് അക്കൂസിലെ ടി വി ഉണ്ടാ? എന്റെ അക്കൂസിൽ ടി വി ഇല്ല, നമ്മളെ അക്കൂസിൽ 2 TV ഉണ്ട്. ഈ കക്കൂസ് ഇറങ്ങിട്ട് കാണാൻ നോക്കി. എപ്പോഴാ സാർ പ്രോഗ്രാം? ഇത് ആദ്യം ശരിയാവട്ടെ, എന്നിട്ടല്ലേ പിന്നെ നമുക്ക് സെലിക്കാസിന്റെ കാര്യം. ആരെയൊക്കെ ഓക്കെ. പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കേടാ. ഇത് വീഴുന്നുണ്ടോ ക്യാമറയുടെ?
ഗ്ലെയർ അടിക്കുന്നുണ്ട് ഈ കണ്ണാടിയിൽ ചെറുതായിട്ട്. കണ്ണാടിയാ? ഇത് മാറ്റേണ്ടി വരും. അപ്പൊ നിങ്ങൾ കണ്ണാടി വെച്ചിട്ടുണ്ടല്ല? ഇതിനകത്ത് വീഴില്ല അത്. അതിന് ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ. ഇത് മാറ്റേണ്ടി വരും കേട്ടാ. ഇല്ല സാറേ, ഇത് കുഴപ്പമില്ല സാറേ, കണ്ണാടി വെക്കാണ്ട് പറ്റൂല. പറ്റില്ല. പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നു ഈ കണ്ണാടി വെച്ചോണ്ട് ചെയ്താൽ മതി. നമ്മളിത് വെക്കുമ്പോ കാണാൻ സ്റ്റൈൽ ഉണ്ടല്ലോ, ഡയലോഗ് കാണാൻ പഠിച്ചിരിക്കുന്നത്. എങ്ങനെയത്? ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി. മനസ്സിലായിക്കുന്നു. റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഇതിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കണ്ട കേട്ടാ, എപ്പോഴും പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കുന്നല്ല, സ്ട്രൈക്ക് ചെയ്യണം. മുടി സ്ട്രൈക്ക് ചെയ്യണം. ശരി, ആക്ഷൻ. ഫസ്റ്റ് എങ്ങനെയാ സാറ്? ശാന്തിയുടെയും സമാധാനത്തിന്റെയും. റെഡി, മാറി ദൂരെ പോയിക്കളി. ആക്ഷൻ. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവിന്റെ പാർട്ടിങ്ങായിട്ട് സാറ് സാറ് ശാന്തിന്റെ സമാധാനം എന്ന് പറയുന്നുണ്ടല്ലോ. ശരിക്കും ഈ ശാന്തി ഒന്ന് ഒഴിവായി കളഞ്ഞാലേ. ശാന്തിക്ക് എനിക്ക് അതെ, ശാന്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇപ്പൊ മൊത്തം പ്രശ്നങ്ങളല്ലേ, കേസും പീഡനങ്ങളൊക്കെ ആയിട്ട് നിനക്ക് എന്തോ ഒരു ടെൻഷൻ വന്നിരിക്കുന്നത്. എന്ത് ടെൻഷൻ? ശാന്തി എന്ന പേരിൽ അതല്ല, ശാന്തി എന്നുള്ള പേരിൽ വെസ്റ്റ് സ്റ്റാൻഡിൽ ഒരു കേസുണ്ട്. ഒരു പെൺകുട്ടി, അത് ഓളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ വന്നിരിക്കുന്നത്. അതൊന്നും ഒഴിവാക്കാതി. ശാന്തി ഒഴിവാക്കണം. ശാന്തി ഒഴിവാക്കിയാലും സമാധാനം ഉണ്ടല്ലോ, അപ്പൊ നിക്കൊരു സമാധാനം വരും. ശരി, ശാന്തി പോയാൽ സമാധാനം. ഓക്കെ, അപ്പൊ സമാധാനത്തിന് വളരെ പ്രാവുകൾ പറക്കുന്ന ശാന്തി കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി പറഞ്ഞാൽ മതി. ബാക്കി ഡയലോഗ് അറിയാലോ. നമുക്ക് ഇതുവരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ പ്രസാദ് സാർ പറഞ്ഞ ആളാണ് നമ്മള്. പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നത് ഈ ശാന്തി സമാധാനം. ശാന്തി കളഞ്ഞു. ഓക്കെ, സമാധാനത്തിന് വളരെ പ്രാവുകൾ പറക്കുന്ന. എനിക്ക് ഡയലോഗ് കേൾക്കേണ്ടത്. റെഡി, ഓക്കെ, ക്യാമറ റോളിംഗ്. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പൂക്കുന്ന, വെള്ളരിപ്രാവുകൾ പൂക്കുന്ന, അത് കണിക്കുന്ന പറക്കുന്ന. എനിക്ക് കണിക്കുന്ന എങ്ങനെയോട് പറക്കുന്നത് മാറിപ്പോയിക്കുന്നല്ലേ? ഓക്കെ, ഒന്നോടുക്കാം. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറത്തിങ്ങേട്ട് കണിക്കൊന്ന പൂത്തിങ്ങേട്ട് എല്ലാവർക്കും ഓണാശംസകൾ. എങ്ങനെയാണ് സാർ കലക്കിയിരിക്കുന്നത്? ഇതാണോ കലക്കിയത്? അസലായിരിക്കുന്നത്. ശരിക്കും ബൈ പറഞ്ഞില്ല അല്ലേ? ബൈ പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കുന്നു. എനിക്ക് അവിടെ എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരിക്കുന്നു. എന്ത് ഡിസ്കംഫർട്ട്? അതായത് ബായ് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കുന്നു അല്ലേ? മാത്രമേ പ്രശ്നമുള്ളൂ. അല്ല, പിന്നെ തുടക്കത്തിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കുന്നത് അല്ലേ? ശാന്തിന്റെ ഇതിലാ, സമാധാനത്തിന്റെ ഇതിലാ? എടോ അതല്ല, അത് മുഴുവനായി നല്ല പ്ലസന്റ് ആയിട്ടുള്ള മൂടി പറയണം. നമ്മളിതൊരു ടെലിവിഷൻ പ്രോഗ്രാം അല്ലേ, വളരെ പ്ലസന്റ് ആയിട്ട് അങ്ങനെ വേണം പ്രസന്റ് ചെയ്യാൻ. മനസ്സിലായി? കമ്പ്യൂട്ടറിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ? ഗൂഗിളിൽ പോയിട്ട് അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അല്ല, ക്യാമറമാൻ അറിയാൻ പറ്റുമല്ലോ. അവരൊക്കെ അത് ചെയ്തോളും. ഇത് നിങ്ങൾ പറയേ. ബാക്കി സമാധാനത്തിന്റെ ഓൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഓൾക്ക് ചിരിക്കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിരിക്കോ? ഇത് ചിരിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കും ചിരിക്കാം. ആദ്യം കണ്ണട ഊരി കളയാൻ പറ്റില്ല. ഇത് ഊരാൻ പറ്റൂല സാർ. ഇത് പ്ലീസ്. ഗ്ലെയർ അടിക്കുന്നുണ്ട്, അതിന്റെ പ്രശ്നം. ഗ്ലെയർ ഉണ്ടോ സാർ? ഉണ്ട് സാർ, പ്ലീസ്. ഇത് ഊരാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഇതിന് ചെയ്യാൻ. ഇത് നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അല്ല, എന്താന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രസാദ് സാറല്ലേ, പറഞ്ഞു ആളാണ്. പ്രസാദ് സാർ ഞങ്ങളുടെ ചെയർമാനാണ്, അതുകൊണ്ടാണ് ഇത്രയും സഹിക്കുന്നത്. നിങ്ങളെന്തോ വാങ്ങിച്ചോ? ഇതെന്ത് വെറുതെ ഉപദ്രവിക്കണ താൻ? ഞാൻ പറയുന്ന എഴുതിയെടുക്കാൻ പറ്റുമോ? ശരി, ഇംഗ്ലീഷിലാക്കട്ടെ. ഡയലോഗ് ഇത്തിരി ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എന്നാ ഇത് ഇംഗ്ലീഷിലാക്കി തരാം. ഇംഗ്ലീഷ് ഈസ് ഓക്കെ. ശരി. വിത്ത് എ വെരി വാം വെൽക്കം ടു യുവർ ഓണം ഗ്രീറ്റിംഗ് സെലിബ്രേഷൻ. അത്രയും. അതെങ്ങനെയാ സാറ്? വിത്ത് വെരി വാം വെൽക്കം ടു യുവർ ഓണം ഗ്രീറ്റിംഗ് സെലിബ്രേഷൻ. വെരി വാണം വെൽക്കം. വാണല്ലേ? എന്താ പറയാ? വാണെന്നല്ല, വാണല്ല, ഓണം. അല്ല, ഓണല്ല, വാണം. ഓക്കെ. വെരി വാം വെൽക്കം ടു യുവർ ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് ആക്കി. ഓക്കെ. ഓക്കെ സാർ. ഇറ്റ്സ് എ വാം. ഓക്കെ അല്ലേ സാറേ? അല്ലെങ്കിൽ പിന്നെ നമുക്ക് മലയാളമാക്കിയാലോ സാറേ? ഇംഗ്ലീഷ് പറയുമ്പോൾ ഓണം എന്ന് പറയുമ്പോൾ കൾച്ചറായിട്ടൊരു ഇത് വരുന്നില്ല ഇതിന്. അപ്പൊ ലുക്കിൽ കൾച്ചർ വരും. ഇല്ല, ലൈക്ക്നെസ് വരുന്നില്ലല്ലോ. ഇൻ കേസ് ചിലപ്പോ പ്രസാദ് സാർ ചിലപ്പോ ഇതിന്റെ പേരിൽ എന്തായാലും ഒരു കച്ചറ ഉണ്ടാക്കാൻ സാധ്യമാണ്. ഇത് ഇംഗ്ലീഷ് ആക്കിയതിന്റെ പേരില്ലേ? ലാംഗ്വേജ് മാറുന്നതിന്റെ പേരില്ലേ? എന്റെ കുമാറെ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ. എന്തായാലും തൽക്കാലം മലയാളം മതി. സമാധാനത്തിന് വളരെ പാവൾ പറക്കുന്ന. ഫസ്റ്റ് വേണം ഇംഗ്ലീഷ് പറയാല്ലേ സാറേ? ഫസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞോ? ബാക്കി പറഞ്ഞേ. ബാക്കി ആ ഡയലോഗ് കിട്ടിയാ മതി. അതെ. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കുന്ന. കേട്ടാ? സമാധാനം ഒന്ന് കളഞ്ഞിട്ട് പോയി എല്ലാം